പാലക്കാട് ഒറ്റപ്പാലം വരോട് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 11 വയസ്സുകാരന്റെ കാലിന് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ പൊട്ടിയത് പന്നിപ്പടക്കമെന്ന് സ്ഥിരീകരണം. പോലീസ് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സംയുക്തമായി സ്ഥലത്ത് പരിശോധന നടത്തി. ഇന്നലെ വൈകിട്ട് നടന്നു പോവുകയായിരുന്ന 11 വയസ്സുകാരനാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത്. ഐഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷംന, ഒന്നും അറിയാതെ വഴിയെ നടന്നുപോയൊരു കുട്ടിക്ക് വലിയ അപകടം സംഭവിക്കുന്നു, ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഇതാര് സ്ഥാപിച്ചതാണ് അല്ലെങ്കിൽ ആര് സൂക്ഷിച്ചതാണ്? എന്തെങ്കിലും സൂചനയുണ്ടോ? ഗോകുൽ, ഇതുവരെയും ഈ പ്രശ്നത്തിന് അതിന് കൃത്യമായ ഒരു ഉത്തരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. എങ്കിലും വിശദമായ അന്വേഷണം നടക്കുകയാണ്. അതായത് ജനവാസ മേഖലയിൽ എങ്ങനെ പന്നിപ്പടക്കം എത്തി എന്നതാണ് പ്രധാനമായും ഈ അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു ഈ 11 വയസ്സുകാരനായ ശ്രീഹർഷന് കാലിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. അമ്മയ്ക്കൊപ്പം നടന്നു പോകവേ പന്തിന് സമാനമായിട്ട് ഒരു വസ്തു കാണുകയും അത് കുട്ടി തട്ടിയിടുകയും ചെയ്യുന്നു. ഇതോടുകൂടിയാണ് അത് പൊട്ടിത്തെറിച്ച് കുട്ടിയുടെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ഇന്നലെ എന്തായാലും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി കുട്ടിയുടെ കാലിന് പിന്നീട് സർജറി നടത്തേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇതോടുകൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി സംയുക്തമായ ഒരു അന്വേഷണം തന്നെ ഈ മേഖലയിൽ നടത്തിയത്. ഇതോടുകൂടി അത് പന്നിപ്പടക്കം തന്നെ എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കണ്ടെത്തേണ്ടത് ഈ പന്നിപ്പടക്കം എങ്ങനെ ജനവാസ മേഖലയിൽ എത്തി എന്നതാണ്. ഈ സമീപത്ത് അത്തരത്തിൽ എന്തെങ്കിലും മുമ്പ് സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം എന്തായാലും വിശദമായി പരിശോധിക്കും. ഇതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.